പാരസെറ്റാമോൾ ഗുളികയിൽ കമ്പി കഷ്ണം. പാലക്കാട് മണ്ണാർക്കാട് ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ലഭിച്ച പാരസെറ്റാമോൾ ഗുളികയിലാണ് കമ്പി കഷ്ണം കണ്ടെത്തിയത്. ഗുളിക പൊട്ടിച്ചപ്പോൾ കമ്പി കഷ്ണം ലഭിക്കുകയായിരുന്നു. മരുന്ന് കമ്പനിക്കെതിരെ കുടുംബം ആരോഗ്യവകുപ്പിന് പരാതി നൽകും. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാരസെറ്റാമോൾ ഗുളിക എല്ലാവർക്കും അറിയുന്ന ഒരു മരുന്നാണ്. മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ പനി, തലവേദന തുടങ്ങിയ സാധാരണ അസുഖങ്ങൾക്കൊക്കെ സാധാരണക്കാർ വളരെ പെട്ടെന്ന് വാങ്ങുന്ന മരുന്നാണ് പാരസെറ്റാമോൾ ഗുളിക. ഇത് സർക്കാരിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച പാരസെറ്റാമോൾ ഗുളികയ്ക്കുള്ളിൽ കമ്പി കഷ്ണം കണ്ടെത്തി എന്നുള്ളത് വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു വാർത്തയാണ്. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ്, തീർച്ചയായിട്ടും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പനിയോ ജലദോഷമോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആശുപത്രിയിൽ പോകുമ്പോൾ ആദ്യം എഴുതി തരുന്ന ഗുളികകളിൽ ഒന്നാണ് പാരസെറ്റമോള്. ഏതായാലും ആ പാരസെറ്റമോൾ ഗുളികയിൽ നിന്നാണ് ഇപ്പോൾ കമ്പി കഷ്ണം ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാടാണ് ഇത്തരത്തിലൊരു സംഭവം. മണ്ണാർക്കാട് ഹെൽത്ത് സെന്ററിൽ നിന്ന് ലഭിച്ച പാരസെറ്റമോളിലാണ് ഇത്തരത്തിൽ കമ്പി കഷ്ണം കണ്ടെത്തിയിരിക്കുന്നത്. മണ്ണാർക്കാട് സ്വദേശിയായ ആസിഫിന്റെ മകനായി വാങ്ങിച്ച മരുന്നിലാണ് ഇത്തരത്തിൽ കമ്പി കഷ്ണം ലഭിച്ചത്. മരുന്ന് നൽകാനായി ഈ പാരസെറ്റമോൾ പൊട്ടിച്ചപ്പോഴാണ് അതായത് ഈ പാരസെറ്റമോൾ ഒന്നും മുഴുവനായിട്ട് കുട്ടിക്ക് നൽകണ്ട എന്ന് കരുതി അവർ അതിനെ പകുതി പൊട്ടിച്ച സമയത്താണ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കമ്പി കഷ്ണം കാണുന്നത്. മരുന്ന് കമ്പനിക്കെതിരെ ഏതായാലും ആരോഗ്യ വകുപ്പിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ കുടുംബം. അപ്പോൾ ഈ പാരസെറ്റാമോൾ ഗുളിക നമുക്കറിയാം, നേരത്തെയും സമാനമായ നിലയിൽ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച മരുന്നുകൾക്കെതിരെയൊക്കെ പരാതി നേരത്തെ ഒക്കെ ലഭിച്ചിരുന്നു. പക്ഷേ ഇത് ഇനി പരിശോധനകൾ ആവശ്യമാണ്. ഇത് അവിടെ നിന്ന് തന്നെ നൽകിയ ഗുളികയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിൽ അട്ടിമറികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമല്ലേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമോ ഒരു നിയമ നടപടിയോ ഉണ്ടാകുകയുള്ളൂ. അരുൺ, തന്നെയാണ് നിലവിലായാലും കുടുംബം ഇതിൽ പരാതിപ്പെടണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കുടുംബം പരാതിപ്പെടുന്ന മുറയ്ക്ക് മാത്രമേ മറ്റ് അന്വേഷണങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഇത് ഈ ഹെൽത്ത് സെന്ററിൽ തന്നെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നൽകിയ ഗുളിക തന്നെയാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ ഗുളിക അവിടെ എത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏതായാലും വിശദമായ അന്വേഷണം വേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും കുടുംബം പരാതി നൽകും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പരാതി നൽകുന്നതിന് മുന്നോടിയായിട്ട് വിഷയം മാധ്യമങ്ങളെ ഉൾപ്പെടെ അവർ അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതെ, ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നിലവിൽ പാരസെറ്റാമോൾ ഗുളികയിൽ കമ്പി കഷ്ണം കാണപ്പെട്ട നിലയിൽ തന്നെയാണ്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. പാലക്കാട് മണ്ണാർക്കാട് ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ലഭിച്ച ഗുളികയ്ക്കുള്ളിലാണ് കമ്പി കഷ്ണം തറഞ്ഞിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. വൈകുന്നേരം കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു, സ്കൂൾ കൂട്ടുണ്ടായില്ല. അപ്പോൾ വൈകുന്നേരത്തോടെ ഹെൽത്ത് സെന്ററിൽ പോയിരുന്നു. നാടികുന്ന് ഭാഗത്തുള്ളതാണ്. നാരായണപേട്ടയുള്ള ഹെൽത്ത് സെന്ററിൽ പോയി അവിടുന്ന് മരുന്ന് വാങ്ങി. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തന്നു. മരുന്ന് അവിടെ തന്നെ കിട്ടി. അപ്പോൾ ഒരു പകുതി ഗുളികയാണ് കൊടുക്കാൻ പറയുന്നത്. പാരസെറ്റാമോൾ ആയിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പൊട്ടിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിൽ കമ്പി കണ്ടു. പൊട്ടിച്ചത് കൊണ്ട് കണ്ടു. അല്ലെ ഫുള്ളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിൽ പോയതിനെ. ആ കുടുംബത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അവർ ആ ഗുളിക വാങ്ങി കുട്ടിക്ക് പാരസെറ്റാമോൾ ഗുളികയുടെ പകുതി കൊടുക്കണമെന്നുള്ളതായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. അതിനുവേണ്ടി ഗുളിക പൊട്ടിച്ചപ്പോഴാണ് ഈ കമ്പി കഷ്ണം കണ്ടത് എന്ന് പറയുന്നു. വളരെ ആശങ്ക ഉണർത്തുന്ന വാർത്തയാണ്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരണം. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം തന്നെ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.